പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു കൊടൈക്കനാൽ യാത്രയുടെ അനുഭവങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കോഴിക്കോട് നിന്ന് ആരംഭിച്ച് പാലക്കാട്, പൊള്ളാച്ചി, പളനി വഴി കൊടൈക്കനാലിലേക്കുള്ള 310 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു യാത്രയാണ്. പളനി കഴിഞ്ഞ് തെക്കൻതോട്ടം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് അടിവാര ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്ന് 21 എയർപിൻ വളവുകളുള്ള ചുരം കയറിയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. വീതി കുറഞ്ഞ വളരെ അപകട സാധ്യത നിറഞ്ഞ റോഡാണിത്. വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധയോടെ വാഹനം കൈകാര്യം ചെയ്യേണ്ടതാണ്. എന്നാൽ അതിമനോഹരമായ താഴ്വരകളും മേഘങ്ങളും കാട്ടരുവികൾ നമ്മളെ ആനന്ദിപ്പിക്കുന്നതോടൊപ്പം തന്നെ പ്രകൃതിയുടെ മുമ്പിൽ നമ്മളെത്ര നിസ്സാരരാണെന്ന യാഥാർത്ഥ്യം നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 220 കിലോമീറ്റർ ഉയരത്തിലേക്കാണ് നമ്മുടെ യാത്ര. ഇങ്ങനെ അടിവാര ചെക്ക് പോസ്റ്റിൽ നിന്ന് 43 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കൊടൈക്കനാൽ എത്തുന്നതിന് 7 കിലോമീറ്റർ മുമ്പായി അവിടുത്തെ ചെക്ക് പോസ്റ്റിന് കഴിഞ്ഞ് ആദ്യത്തെ കാഴ്ചയായ സിൽവർ കാസ്കേഡ് വാട്ടർഫാൾസ് വെള്ളച്ചാട്ടം കാണാൻ കഴിയും. 55 മീറ്റർ ഉയരത്തിൽ നിന്നും ചിതറിത്തെറിച്ച് താഴേക്ക് പതിക്കുന്ന ഭംഗിയുള്ള കാഴ്ച നമ്മളെ കാണിക്കുന്നു. അവിടെ നിന്നും 7 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കൊടൈക്കനാലിലെത്തിയ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്കായിരുന്നു പോയത്. കുറഞ്ഞതും കൂടിയതുമായ നിരക്കിലുള്ള ധാരാളം ഹോട്ടലുകൾ നമുക്കിവിടെ കാണാം. ഞങ്ങളിവിടെ യാഗപ്പ ഹെറിറ്റേജ് റിസോർട്ടിലാണ് താമസം ബുക്ക് ചെയ്തിരുന്നത്. നല്ല വൃത്തിയുള്ള മുറികളും ബാത്റൂമുകളും പരിസരവുമായിട്ടുള്ള റിസോർട്ടാണ് യാഗപ്പ ഹെറിറ്റേജ് റിസോർട്ട്. 3500 രൂപയാണ് പ്രതിദിന വാടക വരുന്നത്. അടുത്ത ദിവസം ഞങ്ങൾ ആദ്യം പോയത് യാഗപ്പ ഹെറിറ്റേജ് റിസോർട്ടിന് അരികിൽ തന്നെയുള്ള കോക്കേഴ്സ് വാക്കിലേക്കായിരുന്നു. നടപ്പാതയിലൂടെ നടന്ന് നമുക്ക് താഴ്വരയുടെ ഭംഗി കാണാൻ കഴിയും. കൂടാതെ ബൈനോക്കുലറിലൂടെ മനോഹരമായ താഴ്വരയും പഴയ കൊടൈക്കനാലും ചെറുഗ്രാമങ്ങളും നമുക്കിവിടെ നിന്ന് വീക്ഷിക്കാം. ഇവിടേക്കുള്ള എൻട്രി ഫീ 20 രൂപയാണ്. 10 മിനിറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്നാൽ നമുക്കിവിടെ എത്തിച്ചേരാം. 10 രൂപയാണ് ബൈനോക്കുലർ യൂസ് ചെയ്യണമെങ്കിൽ ഉള്ള ചാർജ് നിരക്ക്. അടുത്തത് ബ്രിയാൻ പാർക്കാണ്. ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണിത്. പൂക്കളും പുൽത്തകിടികളും തടാകവും കുട്ടികൾക്കായുള്ള കളിസ്ഥലങ്ങളും കൃത്യമായി വെട്ടി അലങ്കരിച്ച പച്ചപ്പ് നിറഞ്ഞ ചെടികളെയും കൊണ്ട് ഇവിടം മനോഹരമാക്കിയിരിക്കുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്നും 25 മിനിറ്റ് നടന്നാൽ ഇവിടെ എത്താൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് കോടൈ ലേക്ക്. തുഴ ഉപയോഗിച്ച് തുഴഞ്ഞു പോകാവുന്ന ബോട്ടിംഗ് സർവീസാണ് ഇവിടെ പ്രധാന വിനോദം. 4 പേർക്കുള്ള പെഡൽ ബോട്ടുകളും ഇവിടെയുണ്ട്. 20 മിനിറ്റ് നേരത്തേക്ക് 500 രൂപയാണ് ഇവിടുത്തെ ഈ സർവീസിന് നമ്മളോട് ഈടാക്കുന്നത്. കൂടാതെ സൈക്കിൾ സവാരിയും കുതിര സവാരിയും ഇവിടെയുണ്ട്. അടുത്തതാണ് പില്ലർ റോക്ക്. ഇത് ഒരു പ്രധാന വിനോദസഞ്ചാര ആകർഷണ കേന്ദ്രമാണ്. 400 അടി ഉയരത്തിൽ നിൽക്കുന്ന 3 പാറകളുടെ ഒരു കൂട്ടമാണ് പില്ലർ റോക്ക്. ചുറ്റുമുള്ള താഴ്വരകളുടെയും വനങ്ങളുടെയും കുന്നുകളുടെയും വിശാലമായ കാഴ്ചകൾ നമ്മെ വല്ലാതെ മോഹിപ്പിക്കുന്നതാണ്. അടുത്തതാണ് ഗുണ കേവ് എന്നറിയപ്പെടുന്ന ഡബിൾ കിച്ചൺ. ഭൂമിയുടെ പ്രത്യേകതകൾ കൊണ്ട് ഉത്തരമില്ലാത്ത ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ഒരുപാട് കഥകൾ നിറഞ്ഞ ഗുണ കേവ്. മരങ്ങളുടെ വേരുകൾ ഇവിടെ ഒരു പ്രത്യേക കാഴ്ചയാണ്. അടുത്തുള്ള ഒരു താഴ്വാരത്തിൻ്റെ വ്യൂ പോയിന്റ് ഇവിടെ കമ്പികൾ കെട്ടി മറച്ചിരിക്കുന്നു. ഗുഹകൾ സഞ്ചാരികളുടെ സുരക്ഷത്തിന് വേണ്ടി മറച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും.
പിന്നെ ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. പൈൻ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന പൈൻ ഫോറസ്റ്റ്. സിനിമകളിലൊക്കെ നമ്മൾ കാണാറുള്ള ഈ മരങ്ങളും മനോഹാരിത നേരിട്ട് ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നത് തണുത്ത കാലാവസ്ഥയും പക്ഷിയുടെ കളകളാരവവും കാട്ടിലെ ശാന്തതയും മികച്ച അനുഭവമാണ്. കുതിരസവാരി ഇവിടെയുണ്ട്, നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ്. അടുത്തതാണ് മോയിർ പാർക്ക്. ഇവിടെയുള്ള വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നതാണ്. ചുറ്റുമുള്ള കൊടുമുടികളുടെയും താഴ്വരകളുടെയും മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന നല്ലൊരു വ്യൂ പോയിന്റ്. 1929 ഗോഷൻ റോഡിൻ്റെ നിർമ്മാണത്തിന് തുടക്കമിട്ട സർ തോമസ് മോയിറിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അടുത്താണ് പൂമ്പാറ. പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന തട്ടുതട്ടായുള്ള കൃഷിയിടങ്ങൾ. ക്യാരറ്റ്, വെളുത്തുള്ളി, ബീട്രൂട്ട് എന്നിവ കൃഷി ചെയ്യുന്ന മലഞ്ചെരിവുകൾ. അങ്ങിങ്ങായി കർഷകരുടെ വാസസ്ഥലങ്ങൾ കാണാം. തീർച്ചയായും മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചകളിലൊന്ന്. പൂമ്പാറയിൽ ഒരു മുരുകക്ഷേത്രമുണ്ട്. കുളന്തൈ വേലപ്പർ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് 3000 വർഷം പഴക്കമുള്ളതായി പറയപ്പെടുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പോയത് കൂകാൽ ലേക്കിലേക്കാണ്. പൂമ്പാറയിൽ നിന്നും കൂകാൽ ലേക്കിലേക്ക് 13 കിലോമീറ്റർ ദൂരം. മനോഹരമായ ആമ്പലുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു തടാകം. ഒരു പ്രത്യേക ഭംഗി നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയും. നിബിഡ വനങ്ങൾക്കുള്ളിലെ ഈ തടാകത്തിന് ഒരു പ്രത്യേക വശ്യതയുണ്ട്. കൂകാൽ തടാകത്തിൽ നിന്നും 12 കിലോമീറ്റർ സഞ്ചരിച്ചാണ് മന്നവന്നൂർ ലേക്ക്. ഇതാണ് മന്നവന്നൂർ ലേക്ക്. ബോട്ടിങ്, സിപ്പ് ലൈന്, കുതിരസവാരി എന്നീ വിനോദങ്ങൾ ഈ മനോഹരമായ താഴ്വാരത്തിൽ സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. മന്നവന്നൂർ തടാകത്തിൽ നിന്നും 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പൂണ്ടിയിലെത്താം. ഈ പ്രധാനമായുള്ള കാഴ്ച ഇവിടെയും കൃഷിസ്ഥലങ്ങളും ഗ്രാമപ്രദേശങ്ങളും തന്നെ. കർഷക വാസസ്ഥലങ്ങളും കൃഷിയും നമുക്കിവിടെ